കോളേജിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ വെറുതെ ബസ് കയറി തന്നെ ആ ബസ്സിന് പ്രത്യേകതയുണ്ട്. വെള്ളിക്കുളങ്ങര നാട്ടിലും വീട്ടിലും. അപ്പൊ കുറച്ച് ദിവസത്തെ ലീവിന് വന്നിട്ട് നമുക്കൊരു പാചകം, നമ്മുടെ ഒപ്പം ഒരു പാചകം ചെയ്യണം. വൈൻ ഓപ്പണർ ഉണ്ടായില്ല, അതാണ് ഞാനിത് ചാടിച്ച് താഴെ. ഇത് നമ്മള് ടേസ്റ്റ് ചെയ്യല്ലേ, ഇളക്കണോ? ഇത് കഴിച്ചു തുടങ്ങി. ഒരു ലിറ്റിൽ ബിറ്റ് ബ്രാൻഡി ഉണ്ട് അതിനകത്ത്, പേടിക്കരുത്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. 40 കൊല്ലങ്ങൾക്ക് മുമ്പ് 1986 ആ സമയങ്ങളിലൊക്കെ ഇല്ലേ, ഞാൻ വെറുതെ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ കേട്ടാ, അല്ലെങ്കിൽ ഈ എന്താ പറയാ ആ കാലഘട്ടത്തിൽ വെറുതെ ബസ് കയറി വരും. അങ്ങനെ ബസ് കയറി വരുന്ന ഒരു സ്ഥലത്തേക്കാണ് പണ്ട് കേട്ടാ, ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വെള്ളിക്കുളങ്ങര എന്ന് പറയും. ഇത് കേട്ടിട്ടുണ്ടോ? പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ വെറുതെ ബസ് കയറി തന്നെ ആ ബസ്സിന് പ്രത്യേകതയുണ്ട്. ദാസ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബസ് ഉണ്ട്. ആ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മിന്നിച്ചു പോണ വണ്ടിയാണ്. അധികം സ്റ്റോപ്പില്ല. അല്ല, അന്ന് കാലത്തൊക്കെ സ്പീഡ് ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമാണ്. തൃശ്ശൂർ ടു വെള്ളിക്കുളങ്ങര വണ്ടി. ദാസ് തൃശ്ശൂര് നമ്മുടെ ജയ ബേക്കറി അവിടെ വന്ന് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഹൃദയം ഇങ്ങനെ ഇടിക്കും. ദാസ് ബസ്. അങ്ങനെ വെറുതെ ബസ് കയറി വന്നിട്ട് ദാസിൽ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ആ വെള്ളിക്കുളങ്ങര സെൻറ്ററിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വീണ്ടും തിരിച്ച് അപ്പനെ പോകും. വേറെ ഒന്നുമില്ല, വെറുതെ വെള്ളിക്കുളങ്ങരയാണ് സ്റ്റോപ്പ്. അതിലെ പോരുന്നത്. അങ്ങനെ ഒരു യാത്ര. പണ്ട് വെള്ളിക്കുളങ്ങര എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരു കൃഷി പാടമൊക്കെ കേട്ടില്ലേ, വൈകുന്നേരം 7 മണിക്ക് വയലും വീടെന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ടാവും. അതിലൊരു പാട്ടില്ലേ, ഇവൾ മണലി അവൾ കുറുമാലി. അത് 2 പുഴകളാണ്, മണലിപ്പുഴ കുറുമാലിപ്പുഴ. അപ്പൊ എപ്പോഴും പാടുണ്ടാവും, ഇവൾ മണലി അവൾ കുറുമാലി, ഇവൾ ചേട്ടത്തി അവൾ അനുജത്തി, കുന്നത്തു തറവാട്ടിൽ ഒന്നായി പിറന്നവർ, ഒന്നിച്ചു വളർന്നൊരു കളിത്തോഴികൾ, വെള്ളിക്കുളങ്ങര നാട്ടിലും വീട്ടിലും തുള്ളി കളിച്ചൊരു തേൻമൊഴികൾ. ഞാൻ കേട്ടിട്ടില്ല ഈ പാട്ട്. ഇത് കൃഷിപ്പാടത്തിലുള്ള പാട്ടുണ്ട്, വെള്ളിക്കുളങ്ങരനെ പറ്റിയിട്ടുള്ള പാട്ടാണ്. അതായത് ഇവിടുത്തെ മലനിരകളിൽ നിന്നാണ് ആ പുഴകൾ രണ്ടും ഉത്ഭവിക്കുന്നത്. പിന്നെ ആ പാട്ടുണ്ട്, ഒരു നാളാരോടും ഉരിയാടാതെ തറവാടു വിട്ടവർ ഓടിപ്പോന്നു. അങ്ങനെ എനിക്ക് അതിൻ്റെ മുഴുവൻ വരികളറിയില്ല. അപ്പോൾ സംഗതി എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വെള്ളിക്കുളങ്ങര വശത്തേക്ക് വന്ന് നോക്കണം, നമ്മുടെ UK-ലുള്ള ഒരു സുഹൃത്ത്, നമ്മുടെ സബ്സ്ക്രൈബർ റോയ് എന്നല്ല ആളുടെ പേര്, ജോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അവരിവിടെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതെന്ന് പറഞ്ഞോട്ടെ. വഴുതന നിറയെ നട്ടിട്ടുണ്ട്, അവിടെ നിറയെ ചീരിയുണ്ട്. അപ്പൊ കുറച്ച് ദിവസത്തെ ലീവിന് വന്നിട്ട് നമുക്കൊരു പാചകം, നമ്മുടെ ഒപ്പം ഒരു പാചകം ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, നമ്മള് ഷെഫാണല്ലോ ആള്. എന്ത് ടൈപ്പ് പാചകം ഒന്നും അറിയില്ല, നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്റെ കണ്ണീന്ന് വെള്ളം വന്നു. ആ പാട്ട് പാടിപ്പോ ഭയങ്കര രസം. ആ പഴയ ഓർമ്മകളിലേക്ക് പോയി ആ പാട്ട് പാടിപ്പോ. അപ്പൊ സന്തോഷം കൊണ്ടാ? ആ സന്തോഷ കണ്ണീര്. കുഴപ്പമില്ല, അല്ലാണ്ട് വെറുതെ ഞാൻ കരയേണ്ട ആവശ്യമില്ല. അപ്പം ആളെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം അവര് അവിടെയൊക്കെ 3 മാസം വെയിൽ കിട്ടുള്ളൂ. ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് വെയിൽ കിട്ടുക. അപ്പൊ ഇവിടെ വെയിൽ കിട്ടാൻ കൊതിച്ചിട്ടാണ് എല്ലാ വർഷവും ഈ ഒരു സമയത്ത് അവര് വരുന്നത്. ഒന്ന് വെയിലത്തിറങ്ങി ഒന്ന് നടക്കാൻ കൊതിയായിട്ട്. അപ്പൊ അവരെ വീട്ടിലേക്കാണ് അപ്പൊ നമ്മൾ വന്നുകൊണ്ടാണ് അവരെ വീട്. അവർക്ക് നെൽകൃഷിക്കുണ്ട്, ഇവിടെ നെൽകൃഷിക്കുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. നാളെ കൊയ്ത്താണെന്ന് അവിടെ ഇങ്ങനെ ഈ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര അവർക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഭയങ്കര എന്താ പറയുക, കൃഷിയോട് ഭയങ്കര അദമ്യമായ ആഗ്രഹം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തേക്കാണ് വന്നിട്ട് ആട് അപ്പുറത്തുണ്ടാവും കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഒക്കെ സെറ്റാക്കി ആ ഷെഫിന്റെ വേഷത്തിൽ ആൾ വന്നിട്ട് നോക്കി കത്തിക്കാൻ പറ്റേ ഞങ്ങൾ വന്നിട്ട് തുടങ്ങും. ആള് ഭയങ്കര സെറ്റപ്പിലാണ്. ഇതാണ് നമ്മുടെ ഇനി ഷെയ്ക്കിന്റെ തന്നെയല്ല, ഇതാണ് നമ്മുടെ സുഹൃത്ത്. അപ്പോൾ ആള് എന്തുരാണ് ഉണ്ടാക്കുന്നതൊന്നും നമുക്കറിയില്ല. കുറേ സാധനങ്ങൾ നോക്കി ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഒക്കെ നല്ല നീറ്റായിട്ട് വെച്ചിരിക്കുന്നുണ്ട്. അതിന് തുടങ്ങാൻ പോവാണ്. ഞാൻ ഒരു ചിക്കൻ സ്ട്രോഗണോഫ് എന്ന് പറയും. സ്ട്രോഗണോഫ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് വൈനിൽ നമ്മൾ ചിക്കനെ കുക്ക് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. അതിനകത്ത് നമ്മൾ ജസ്റ്റ് പെപ്പറും സോൾട്ടും
ഹെർബ് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നു. നമ്മുടേതായ മസാലകൾ ഒന്നും തന്നെയില്ല, മസാലകൾ കൂട്ടുകളൊന്നുമില്ല. നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇത് ആക്ച്വലി ഇത് യൂറോപ്പിലൊക്കെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ളതാണ് ഈ ബീഫ് സ്ട്രോഗനോഫ് ഒക്കെ. ചിക്കൻ ഒത്തിരി പേര് അങ്ങനെ യൂസ് ചെയ്യില്ല. ഇത് 2 ടൈപ്പിൽ യൂസ് ചെയ്യും. ഒന്ന് വൈറ്റ് സോസിൽ ചെയ്യും, ഒന്ന് റെഡ് സോസ് നമുക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കൂടുതലായിട്ട് ഇതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് റഷ്യയോ അങ്ങനെ ഇവിടെ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. പക്ഷെ ഞാനിത് എൻ്റെ റെസിഡൻസിൽ നഴ്സിംഗ് ഹോമിലുള്ള ആൾക്കാർക്കും അങ്ങനെയുള്ള പലർക്കും ഞാനത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അവർക്കത് വലിയ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ ബ്രസ്റ്റാണ്. ഇതൊരു നിയർലി 1/2 കിലോ കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. തുടങ്ങാൻ പോകണം കേട്ടോ നമ്മൾ പരിപാടിക്ക്. നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി കുറച്ച് ഉപ്പ് ഇടണം അല്ലേ? പെപ്പർ കേട്ടോ, അല്ല സോൾട്ട് ഇങ്ങനെ ഇടണല്ലേ? ഇങ്ങനെ കുരുമുളക് സോൾട്ട് ബേലൊക്കെ അങ്ങനെ യൂസ് ചെയ്യണ്ട് നമ്മൾ. ഇച്ചിരി കൂടി വലിയ പ്ലേറ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു. ഇനി കുരുമുളക് പൊടി, പെപ്പർ കുറച്ച്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്ര അധികം പെപ്പർ ഞാൻ യൂസ് ചെയ്യത്തില്ല കേട്ടോ. അവരധികം ഉപയോഗിക്കില്ല. പിന്നെ നമ്മൾ വേണമെങ്കിൽ ഓപ്ഷണലാണ് നമ്മൾ പപ്പരിക്ക പൗഡർ. ഹോട്ടല്ല, ലൈറ്റ് സ്വീറ്റ് ആയിട്ടുള്ള പാപ്രിക്ക പൗഡർ. ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് സാധനം. അപ്പോൾ ആളുകൾക്ക് ഇത് കുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സാധനം വാങ്ങിക്കാം. ഇത് കളർ കിട്ടും, കാണാൻ നല്ലതാണ്, നാച്ചുറലാണ്. വേറെ കളറുകൾ ഇതൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇടുന്നു കുറച്ച്. അത് കുറച്ച് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യും. അധികം ഒന്നും ചേർക്കില്ല അല്ലേ? ഇല്ല, കുറച്ച് ആവശ്യമുള്ളൂ. എരിവ് അധികം ഉണ്ടാവില്ല ഇതിന്? എരിവില്ല. എരിവെന്ന് പറഞ്ഞാൽ നമ്മുടെ പെപ്പറിൻ്റെ എരിവ് മാത്രമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വീണ്ടും മിക്സ് ചെയ്യണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കും. പാത്രം ചെറുതായി എന്ന് വിചാരിച്ചിട്ട് ഇതാക്കണ്ട. ഇവിടെ ഇവരെ താമസം അങ്ങനെ അധികമില്ലല്ലോ. ഇവിടെ ഈ വീട്ടിൽ താമസമില്ല. ഇവര് 21 കൊല്ലമായിട്ട് അവിടെയാണ് കേട്ടോ, UK-ലാണ്. 2001 പോയതാണ് അല്ലേ? 2001 2002 പോയതാണ്. പിന്നെ ഇവിടെ ഇടയ്ക്ക് വരുമ്പോഴാണ്. അപ്പോൾ അധികം പാത്രങ്ങളൊന്നും ഇവിടെ ഉപയോഗിക്കാറില്ല അല്ലേ? വലിയ പാത്രങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. മിക്സ് ചെയ്തു. ഇനി അടുപ്പ് കത്തിക്കാൻ പോണ്. ഇത് ഇങ്ങനത്തെ ഒരു പാത്രം, ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം പാൻ ഇച്ചിരി കൂടി ബിഗ് സൈസ് ആണെങ്കിൽ നമുക്ക് ഈ പാനിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഒറ്റയടിക്ക് എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ സോർട്ട് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ട്രൈ ചെയ്യാം, പക്ഷേ ചിലപ്പം നമുക്ക് പരത്തില്ല. ഇതിന് പരിമിതികളുണ്ട്. പിന്നെ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടർ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ബട്ടർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തോളം ബട്ടർ യൂസ് ചെയ്യാം. ഇനി വേണ്ടവർക്ക് ഓയിൽ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഒരു 10-30 ഗ്രാം അല്ലേ? അപ്പോൾ നമ്മളിത് 1 by 1 ആയിട്ടല്ലേ നമുക്ക് അതിട്ടു ചെയ്യാൻ പറ്റത്തുള്ളൂ. അലി നല്ലത്. അപ്പോൾ വെണ്ണ അരിയില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി നമുക്ക്. അപ്പം ചെറിയൊരു ചൂട്. ഇനി നമ്മുടെ ചിക്കൻ്റെ പീസുകൾ അതിലെടുത്ത് വയ്ക്കുന്നു. നമുക്കൊരു 3 pieces വരെ അറ്റ് എ ടൈം ഒറ്റയടിക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. 3 + 1 2. അപ്പോൾ ഒരെണ്ണം ഇതിങ്ങനെ ഇവിടെ വേണമെങ്കിൽ വയ്ക്കാം. ചെറുത് വെച്ചാൽ മതി. 4 വെച്ചിട്ടുണ്ട്. അടുത്തൊരു ഒരു 3 കൂടി 3 ഉണ്ടായിരുന്നുണ്ടല്ലേ? ചെറിയ തീയിൽ കേട്ടോ, ചെറിയ തീയിൽ. അപ്പം ബീഫിൻ്റെ ആകുമ്പോൾ ഇങ്ങനത്തെ വലിയ ഇങ്ങനെ അല്ല, ബീഫ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് സ്റ്റേക്കിന് യൂസ് ചെയ്യുന്ന ബീഫാണ്. അത് ഒത്തിരി സോഫ്റ്റ് ആയിരിക്കും. സിർലൻ സ്റ്റേക്ക് എന്ന് പറയുന്ന സ്റ്റേക്കിന് യൂസ് ചെയ്യുന്ന ബീഫ് നമ്മൾ സ്റ്റേക്ക് ചെയ്യാതെ നമ്മൾ പെപ്പറും സോൾട്ടും ആഡ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്യും. അങ്ങനെയാണല്ലേ? സോസ് ആദ്യം പ്രിപ്പയർ ചെയ്യും, അതിനുശേഷം സ്റ്റേക്ക് കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. ഭയങ്കര വലിയ തീയിൽ വേണ്ട അല്ലേ? ഒത്തിരി തീ വേണ്ട. അപ്പം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വേവത്തില്ല. എനിവേ നമ്മൾ ഇത് ഡബിൾ കുക്ക് ചെയ്യും. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സോസിനകത്തോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ ഈ സെയിം പാൻ തന്നെ നമ്മൾ സോസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. വേറൊരു പാൻ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനു വേണ്ടി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മസ്റ്റർഡ് യൂസ് ചെയ്യും. ഇതൊക്കെ ഇവിടെ കിട്ടില്ലേ? ഇല്ല, ഞാൻ അവിടെ കൊണ്ടുവന്നാണല്ലേ? പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പാഴ്സലി, മിക്സ്ഡ് ഹെർബ് നമ്മൾ യൂസ് ചെയ്യും. ഇത് വേറൊരു ഇതാണ്. മിക്സ്ഡ് ഹെർബ് യൂസ് ചെയ്യുന്നു, പാഴ്സലി യൂസ് ചെയ്യുന്നു. അത് ഓർഗാനയുടെ ബോട്ടിലാണ്, പക്ഷേ പാഴ്സലിയാണ് ഇൻസൈഡ്. ഇതൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്നതാണല്ലേ?
അവിടെ നിന്ന് കൊണ്ടുവന്നാണ്. ഈ ഹെർബ് അവിടെ നിന്ന് കൊണ്ടുവന്നു. ഇതെല്ലാം ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പാഴ്സലെല്ലാം ഇവിടെ കിട്ടും. ഇത് കൂണ് അല്ലേ? ഇത് മഷ്റൂം. ഇത് സ്റ്റോക്ക്. അതെങ്ങനെ ഉണ്ടാക്കിയേ? ചിക്കൻ സ്റ്റോക്ക് ഞാനിത് വാങ്ങിച്ചതാണ്. വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ചിക്കൻ സ്റ്റോക്ക്. അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ്റെ വേസ്റ്റ് വരുന്ന ഇതെല്ലാം കൂടി തിളപ്പിച്ച് സെലറി, ക്യാരറ്റ്, ഓണിയൻ ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തത് സ്റ്റോക്ക് നമുക്ക് സ്റ്റോക്ക് ഉണ്ടാക്കിയത്. താൽക്കാലികമായിട്ട് വാങ്ങിച്ചാൽ മതി, ഞാൻ വേണ്ടി പോകണ്ട. സ്റ്റോക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഹോൾ ചിക്കൻ വേണം. മറിച്ചിരുന്നു ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം നമുക്ക്. ഒറ്റയടിക്ക് അതിൻ്റെ കളറാ മാറി. ഭയങ്കരമായിട്ട് മുരിച്ചെടുക്കുന്നു വേണ്ട അല്ലേ? മുരിച്ചെടുക്കൂ? വേണ്ട വേണ്ട. ഒരു സാധനം കേട്ടാ, അത് വൈൻ്റെ ആണ്. നമ്മൾ വൈറ്റ് വൈനെ യൂസ് ചെയ്യണം. നമുക്കത് കിട്ടിയില്ല. ഇതൊരു റോസ് വൈനാണ്. അത് ഓപ്പൺ ചെയ്യാൻ വൈൻ ഓപ്പണർ ഉണ്ടായില്ല. അതാണ് ഞാനിത് ചാടിച്ച് താഴോട്ട്. അത് ശരി. നോർമലി ഇതിൻ്റെ അടപ്പാണ് മറ്റേ, അത് വൈൻ ഓപ്പണർ വേണം. അതില്ലാത്ത ഇത് ഇവിടുന്ന് വാങ്ങിച്ചല്ലേ? ഇത് ഇവിടുന്ന് വാങ്ങിച്ചാ? ഇത് എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. ഇതിനൊക്കെ എന്ത് വിലയുണ്ട്? 10 പൗണ്ടോ 15 പൗണ്ടോ അങ്ങനെ എന്തോ. അവിടുത്തെ എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചാണല്ലേ? ആദ്യമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ സാധനം ചെയ്യുന്നേട്ടാ. നോക്കണോക്കോ. ഇതിൽ ഏറ്റവും ആൾക്കാർക്ക് എൻ്റെ ഫുഡിൽ ഏറ്റവും ഇഷ്ടമുള്ളത് സ്വീറ്റ് ചില്ലി ബീഫാണ്. സ്വീറ്റ് ചില്ലി ബീഫ്, സ്വീറ്റ് ചില്ലി പോർക്ക്. അതിൻ്റെ ഒത്തിരി ഫാനുണ്ട് എനിക്ക്. അതെല്ലാവർക്കും വലിയ അയ്യോ, അത് നമുക്ക് ചെയ്യായിരുന്നു. അതിന് ചെയ്യണമെങ്കിൽ അടുത്താണ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സോസുകൾ വേണം. കുറേ ടൈപ്പ് സോസുകൾ വേണം. ആ സോസുകൾ കൊണ്ടുവരാൻ ഇച്ചിരി ഹാർഡാണ് നമുക്ക് ആ ബോട്ടിലുകളെ. ഇവിടെ നമുക്ക് അതിൻ്റെ പ്രോപ്പർ സോസ് വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പം അതിൻ്റെ ശരിയായ രുചി നമുക്ക് ഇവിടെ കിട്ടില്ല. അപ്പോൾ ഞാൻ ആ പരിപാടി ഉപേക്ഷിച്ചു. അല്ല, നെക്സ്റ്റ് ടൈം നമുക്ക് ട്രൈ ചെയ്യാം. വേറെ ഏതെങ്കിലും ബോട്ടിലേക്ക് പോർ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാൻ നോക്കാം. ഈ ലെവലിൽ തന്നെ പോയിക്കോട്ടെ അല്ലേ? അത് ഇച്ചിരി കൂടി വേണമെങ്കിൽ കുറയ്ക്കാം. ഞാൻ കുറയ്ക്കാം. റെഡി ആയിട്ടുണ്ട്. എടുത്ത് എടുക്കാം. കട്ട് ചെയ്യണം. ഇനി കട്ട് ചെയ്യണം നമുക്ക്. അപ്പോൾ നമ്മൾ ഇത് മിക്ക എടുത്ത് വയ്ക്കണം കേട്ടോ. എല്ലായിടത്തും വെച്ചു. ഇനി അടുത്തും കൂടി വറക്കണം. അടുത്തും കൂടി നമുക്ക് ഇത് രണ്ടെണ്ണമുള്ള അല്ലേ? നോർമലി നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് ബൈ ചെയ്യുന്ന ചിക്കന് സ്ട്രൈറ്റ് അവേ കുക്ക് ചെയ്യുമ്പോൾ ഹാർഡായിരിക്കും. അതേസമയം നമ്മളത് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസം, ഒരു 3 ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ചില്ലറി വെച്ചിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മീറ്റ് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെയുണ്ടല്ലേ? ബൈ ചെയ്യുന്ന മീറ്റ് നമ്മൾ വാഷ് ചെയ്യാതെ ഡയറക്റ്റ് നമ്മൾ ചില്ലറി കീപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മളെടുത്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്താൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചിക്കനെല്ലാം ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഹാർഡാണ്. ഡയറക്റ്റ് നമ്മൾ കില്ല് ചെയ്തിട്ട് ഡയറക്റ്റ് കൊണ്ടുവന്ന് യൂസ് ചെയ്യണ്ടേ. എടുക്കണോ? ലാസ്റ്റത്തെ കേട്ടാ. എല്ലായിടത്തും വെച്ചു. ഞാൻ അത് ഓഫ് ചെയ്യാറിയാ? ഇല്ല, അത് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അതിൻ്റെ നമ്മൾ ഇത് ഇവിടെ വെച്ചു കേട്ടാ. ഇനി നമ്മൾ ഇതിൽ കുറേ വെണ്ണയുണ്ട്. അതിരിക്കും നമ്മൾ കുറച്ച് സവാള, പാൻ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. സവാള ഇങ്ങനെ കൊത്തിരിഞ്ഞത് അല്ലേ? നൈസായിട്ട് അരിഞ്ഞെടുത്തത് ഒരെണ്ണം ഉണ്ട്. അത് അതെ, ഒരു 1.5 സവാള. നമുക്ക് ഇച്ചിരി കൂടി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. സവാള ഒത്തിരി വേണമെന്നില്ല, ആവശ്യത്തിനെടുത്താൽ മതി. നോർമലി വൈറ്റ് സവോളയാണ് അതിന് യൂസ് ചെയ്യുക. വൈറ്റ് ഓണിയനെ യൂസ് ചെയ്യുക. ഇവിടെ നമ്മുടെ അവിടെ ഇല്ല, അത് അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സാധാരണ സവാള ഉപയോഗിച്ചു. നമ്മുടെ നാടൻ. ഇനിയുള്ളത് കൂണാണ് കേട്ടോ. കൂണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ അരിച്ചത്. സവാള ചെറുതായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് വരെ ആക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും കൂണരിക്കുന്നു. കൂണ് മുഴുവൻ തട്ടിക്കുക, കാരണം കൂണ് കുറച്ച് കഴിഞ്ഞ് നാശാവില്ലേ, ഉപയോഗിക്കാൻ പറ്റില്ല. കൂണ് വേണമെങ്കിൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ കൂണിൻ്റെ ഒരു സൂപ്പ് ഉണ്ടാക്കി തരാം. മഷ്റൂം സൂപ്പ് ഞങ്ങളുടെ അവിടെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള. എന്താ കൂണ് ഇതിങ്ങനെ അരിഞ്ഞത് ഇടുന്ന കേട്ടോ. നമ്മൾ വേസ്റ്റ് ആക്കണ്ട നമുക്ക്. അതന്നെ, നാളികേരത്ത് പോലെ സാധനം കിടക്കുന്നത് എല്ലാം കൂടി നമുക്ക് കട്ട് ചെയ്യാം. ബട്ടർ ഇനഫ് അല്ല, നമുക്ക് ഒരു ലിറ്റ് ബിറ്റും കൂടി ബട്ടർ ആഡ് ചെയ്യാം. ഒരു ചെറിയ കഷ്ണം കൂടിയും നമുക്ക് അങ്ങ് ആഡ് ചെയ്ത് ബട്ടർ ഇടുന്നു കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്ന ഗാർലിക്ക, വെളുത്തുള്ളി. ഇത് ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള, ഈ കടയിൽ നിന്ന് വാങ്ങിക്കാനൊക്കെ കൂടെ കിട്ടും, പക്ഷെ അതിനേക്കാളൊക്കെ ഫ്ലേവർ കിട്ടുന്നത് ഇതാണല്ലേ, ഫ്രഷ് ആയിട്ടുള്ള ഗാർലിക് ഇടുമ്പോൾ.
പിന്നെ നമുക്ക് ജിഞ്ചർ വേണ്ട, ഗാർലിക് മാത്രം മതി. ആ പലരും പല വേർഷനിലാണ് ഉണ്ടാക്കുന്നത്. പലർക്കും വെളുത്തുള്ളി കുറേ ഈ 5 ഇതും ഉപയോഗിക്കും. വെളുത്തുള്ളി നമ്മൾ എത്ര ആഡ് ചെയ്യുന്നു അത്രയും നല്ലതാണ്. അതെ, അപ്പം എന്നാൽ കുറേ ഇത് കിട്ടും. ഇംഗ്ലീഷുകാർക്ക് ഒത്തിരി അവർക്ക് ഇഷ്ടം ഒത്തിരി സ്ട്രോങ് ആക്കില്ല, ഇല്ലല്ലേ? ലൈറ്റായിട്ട് കൊടുക്കും. ആ അപ്പം അധികം വേണ്ട, നമുക്ക് അവരുടെ ടേസ്റ്റിൽ കഴിക്കണമല്ലോ. അപ്പം നമുക്ക് വല്ലാണ്ട് അധികം വേണ്ട. സരിതയ്ക്ക് റെസ്റ്റ് എടുക്കാം മേലെ പോയിട്ട്. സാരി അവിടെ നിങ്ങളെ ഫ്രണ്ടിന്റെ ബെഡ് ഉണ്ട്, ആ ആ ബെഡിൽ കിടക്കാം. നിങ്ങൾ പറയണം അത് ഓക്കെ ആണോ എന്നുള്ളത്. നിങ്ങൾ അതെ. അപ്പോൾ വെളുത്തുള്ളി ഒരു 4 വലിയ എല്ലിട്ടാ. ഇതൊരു വെറൈറ്റി സാധനമായിട്ട് തരില്ലേ. വെളുത്തുള്ളി ചേർത്തിട്ട് ഇളക്കണം. ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി നമുക്ക് ഫ്ലെയിം ഇച്ചിരി കൂട്ടി കൊടുക്കും. ആ ഇനി അജുവിന് ചെയ്യാവുന്നുള്ളൂ. ഉപ്പൊക്കെ സാധാരണ പോലെ തന്നെയാണല്ലേ നമ്മൾ കറങ്ങണ, അത്രയ്ക്ക് ഉപ്പ് ചേർക്കില്ലല്ലേ? കാരണം സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ അധികം സോൾട്ട് ആഡ് ചെയ്യണ്ട. മഷ്റൂം നിയർലി റെഡിയാണ്. നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് ഇത് പാകായിന്ന്. ഇത് റെഡിയാണ്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോണത് നമ്മൾ പ്ലെയിൻ ഫ്ലോർ ഉണ്ടല്ലോ, പ്ലെയിൻ ഫ്ലോർ നമ്മളൊരു മൈദ എന്ന് പറയാം. മൈദ ഓൾ പർപ്പസ് ഫ്ലോർ ആണ്. പ്ലെയിൻ ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ രണ്ട് ടൈപ്പ് ഫ്ലോർ ഉള്ളു. ഇല്ല, ഇത് വീറ്റിന്റെ തന്നെ ഒരു പാട്ടാണ്. മനസ്സിലാണ്ടോ? അത് നമ്മളൊരു 2 ടീസ്പൂൺ അതിൽ ആഡ് ചെയ്യും. 2 ടീസ്പൂണോളം. അത് നമ്മുടെ സോസിന് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. നമുക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ കോൺഫ്ലോർ ഉപയോഗിച്ചാൽ മതിയോ? കോൺഫ്ലവർ യൂസ് ചെയ്യാം. അല്ല, ഇവിടെ കിട്ടില്ലെങ്കിൽ ഇവിടെ കിട്ടൂല്ലോ. അല്ല, നിങ്ങൾക്ക് മൈദ യൂസ് ചെയ്യാം. കോൺഫ്ലവറിലും നല്ലത് മൈദയാണല്ലേ. മൈദ ഉപയോഗിക്കാം. ചില സാധനങ്ങൾ കിട്ടില്ല. പ്ലെയിൻ ഫ്ലോർ ഇവിടെ ഇല്ല. ഞങ്ങൾക്ക് 2 ഫ്ലവറാണ് ഉള്ളത്. ഒന്ന് പ്ലെയിനും ഒന്ന് സെൽഫ് റൈസിങ്. പിന്നെ ഓൾ പർപ്പസ് ഉണ്ട്. മൈദ കിട്ടും, വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. നെക്സ്റ്റ് നമ്മളൊരു മിക്സ്ഡ് ഹെർബ് ലിറ്റ് ബിറ്റ് ആഡ് ചെയ്യും. ഇതിനകത്ത് വരുന്നത് പാഴ്സലി ഉണ്ടായിരിക്കും, റോസ്മേരി ഉണ്ടായിരിക്കും, ഓർഗാനോ ഉണ്ടായിരിക്കും. എല്ലാം ചേർത്തിട്ടുള്ള ഒരു 2-3 കുടയില് തീ കുറയ്ക്കണ്ടല്ലേ? അത് മിക്സ് ചെയ്തു. പിന്നെ പാഴ്സലിയുടെ ഇത് അത് മാത്രമായിട്ടുള്ള പാഴ്സലി മാത്രം, അത് നമ്മൾ ഇച്ചിരി ആഡ് ചെയ്തു കുറച്ച്. ഫൈനലി നമ്മുടെ കയ്യിൽ ഫ്രഷ് പാഴ്സലി ഉണ്ടല്ലോ, നമുക്കത് ആഡ് ചെയ്യും. ഇത് ഡ്രൈ ആയിട്ടുള്ളതല്ലേ? നെക്സ്റ്റ് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് എടുത്തു. വൈറ്റ് വൈൻ യൂസ് ചെയ്യാം. ഇനി അതല്ലാത്തവർക്ക് ബ്രാൻഡി വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്ന് വെച്ചിട്ട് ഇത് ആൽക്കഹോളിക് അല്ല. നമ്മൾ ആൽക്കഹോൾ ഇതിനകത്ത് ഒഴിച്ചത് ടെമ്പറേച്ചർ 70 above വന്നു കഴിഞ്ഞാൽ അതെല്ലാം ജസ്റ്റ് ഫ്ലേവർ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. ആൽക്കഹോൾ ഉണ്ടാവത്തില്ല. അതിനപ്പം നമുക്ക് ഒത്തിരി 50 മില്ലിക്കളം മീതെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റർഡ്. ഇതാണ് ഇംഗ്ലീഷ് മസ്റ്റർഡ്. അത് 1 ടീസ്പൂൺ ഉണ്ട്. 1 ടീസ്പൂണേക്കാൾ അധികം അത്രേ ഉള്ളൂ. കാരണം ഒത്തിരി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സഹിക്കത്തില്ല. ഒത്തിരി സ്ട്രോങ് ഫ്ലേവറാണ് ഇതിനല്ലേ. അത് മിക്സ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റോക്കാണ്, ചിക്കൻ സ്റ്റോക്ക്. ഒരു 10-200 മില്ലിയേക്കാളും മീതിൻ്റെ അല്ലേ, അത് ചേർത്തു. നെക്സ്റ്റ് നമ്മൾ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ പ്യൂരയാണ്. അതിപ്പം ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് ഇതിൻ്റെ കളർ കിട്ടും, ഫ്ലേവർ ഉണ്ട്, ടൊമാറ്റോയുടെ ഫ്ലേവർ കിട്ടും. ഇത് ഓപ്ഷണലാണ്. എല്ലാവരും ഈ കളറ് ലൈക്ക് ചെയ്യുന്നില്ല, റെഡ്. ചിലവർ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് കളർ അവർക്ക് വേണ്ട. അപ്പോൾ വൈറ്റ് സോസായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ടൊമാറ്റോ വേണ്ട. ബീഫിലൊന്നും നോർമലി നമ്മൾ ടൊമാറ്റോ യൂസ് ചെയ്യത്തില്ല. ഇല്ലല്ലേ? അത് ഇങ്ങനെയുണ്ട്, ഞെക്കി കഴിഞ്ഞാൽ പോരും. വിനഫാ 2 ടീസ്പൂണിലേക്കളും 2 ടീസ്പൂൺ ഇല്ല, ഒരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടാ. ഒരു കളറ് ഒരു മാറ്റം അല്ലേ? നിർബന്ധമല്ല കേട്ടോ അത്. പപ്പരിക്ക ഇതില്ലേ കുറച്ചും കൂടി നമുക്ക് കളർഫുൾ ആയിരിക്കും. പാപ്രിക്ക പൗഡർ കുറച്ചും കൂടി ചേർക്കാം. കളർഫുൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷന് പഠിക്കത്തില്ല. ഇത് ഹെൽത്തിയാണ്. ഇതിന് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഒരു 1/4 ടീസ്പൂണേക്കാൾ അധികം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് കുഴപ്പമൊന്നുമില്ല. ഇത് ഹോട്ടല്ല.
നമുക്ക് കുറച്ചും കൂടി കളർഫുള്ളായില്ലേ? ഭംഗിയായി സാധനം, ഭംഗിയായി. ഇനി ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. കുറച്ച് നേരം കൈ കെട്ടി നിൽക്കാം, അതാവട്ടെ. ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാൻ ടൈം ആയിട്ടോ. അത് കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട്. തിക്കായി. ഇനി നമുക്ക് ക്രീം ആഡ് ചെയ്യാൻ പോകുന്നത്. ക്രീം കേട്ടോ, അത് ഒരു ടേബിൾ സ്പൂൺ 2 നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ അളവ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയ്ക്കാം. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിന് യൂസ് ചെയ്യാം. ഇപ്പോൾ കുക്കിംഗ് ക്രീം നിങ്ങൾക്ക് ബൈ ചെയ്യാൻ കിട്ടും. കുക്കിംഗ് ക്രീം കിട്ടും. കുക്കിംഗ് ക്രീം ഉണ്ട് ഞങ്ങൾക്ക് അവിടെ, എല്ലാം കിട്ടും. ആ ലുലുവിൽ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ ഇത് ഒത്തിരി ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി സ്ട്രോങ് ആണ്, കാരണം അതിൻ്റെ സോസ് സ്ട്രോങ് ആണ്. അതുകൊണ്ട് ക്വാണ്ടിറ്റി വളരെ കുറച്ച് മതി. കുറച്ച് മതി അല്ലേ? കുറച്ച് നേരം കൂടി അങ്ങനെ ഇരിക്കണല്ലേ, തിളച്ച് ചെറുതായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ആഡ് ചെയ്യാം. അത് ഇത്തിരി കട്ട് ചെയ്തിട്ടുണ്ട് പെപ്പർ. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യും. നല്ല എരിവും ചൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ ചേർക്കാം. ചൂടുണ്ടാവും. ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യല്ലേ, ചൂട് പോയി. നല്ല രസമുണ്ട്. സോൾട്ട് ഇനഫാണ്. ഉപ്പ് വേണ്ട, നീ ഉപ്പുണ്ട്, ആവശ്യത്തിന് ഉപ്പുണ്ട് ഇപ്പോൾ. ഓക്കെ. പെപ്പർ ഓക്കെ. ചൂട് നല്ല രസം, മൈൽഡാണ്, ഭയങ്കര സോഫ്റ്റ്, എല്ലാം ഓക്കെ. ഇനി ചിക്കൻ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആൾ വീണ്ടും കയ്യൊറിയിടാൻ പോവാണ് കേട്ടോ. ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്യണം. അങ്ങനെയാണ് ചിക്കൻ ബ്രസ്റ്റ് അല്ലേ, തൊട്ട് കൊടുത്താൽ മതി. അങ്ങനത്തെ നീളത്തിലുള്ള കഷ്ണമായിട്ട് ഇതിരിക്കുന്നു കേട്ടോ. റെഡ് നൈഫ് യൂസ് ചെയ്യാൻ പാടില്ല. ഇത് യൂസ് ചെയ്യാൻ പാടത്തില്ല. ഇത് റോ ആണ് നമ്മൾ കുക്ക് റോ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് ശരി. പക്ഷെ എൻ്റെ അടുത്ത് വേറെ നൈഫില്ല കേട്ടോ. അതുകൊണ്ട് പരിമിതമായിട്ടുള്ള കുറേ ഇതുകളുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഈ നൈഫ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യെല്ലോ കളറിലുള്ള നൈഫ് യൂസ് ചെയ്തിട്ടുള്ളൂ കുക്ക് ചെയ്ത മീറ്റ് കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ എവിടെ പഠിച്ചത്? ഞാൻ ബാംഗ്ലൂരാണ്. പക്ഷെ ഇതെല്ലാം ഞാൻ അവിടെ പോയി പഠിച്ചത്. ഞാൻ സർവീസായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് ഇതിലേക്ക് തിരിഞ്ഞത് അല്ലേ. പിന്നെ കുറേ കൂടി ഈസിയാണ് നമുക്ക്. നമ്മുടെ ഇന്ത്യൻ ഫുഡൊക്കെ ചെയ്യുന്നതിനേക്കാളും കുറേ കൂടി എളുപ്പമാണല്ലേ. എളുപ്പമാണ്. ഇതൊക്കെ അതിരിക്കിട്ടു കേട്ടോ, എല്ലാം ഇങ്ങനെ അരിഞ്ഞരിഞ്ഞരിക്കിട്ടു. ഇനി അത് മിക്സ് ചെയ്യണല്ലേ. ഇച്ചിരി ഹോട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം, കാരണം നമ്മുടെ തിക്നെസ് കൂടുതലാണ്. മൂടി വയ്ക്കുന്നുണ്ടാ, ചെറിയ തീയിലാണ് മൂടി വെച്ചോണത്. ആട് ചൂടുവെള്ളം എടുക്കാൻ പോയേക്കാണ് കേട്ടോ. ഇതിലേക്ക് കട്ടി കൂടുതലാണ്, അപ്പോൾ കട്ടി കുറയ്ക്കാൻ നമുക്ക് ഹോട്ട് വാട്ടർ ഇച്ചിരി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തുറന്നിട്ട് ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ, കട്ടിന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എന്തോരം സമയം ഇങ്ങനെ മൂടി വേവിക്കണം? 5-6 മിനിറ്റ്, 10 മിനിറ്റ്സ് ഇനഫാ. പിന്നെ ഓൾറെഡി നമ്മുടെ ചിക്കൻ കുക്കഡാ. അപ്പോൾ ഒന്നും കൂടി മേക്ക് ഷുവർ ചെയ്യാം നമുക്ക്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഈ ടെമ്പറേച്ചറിൽ കിടന്നാൽ, ഒരു മീഡിയം തീയിൽ കേട്ടോ ടെമ്പറേച്ചറിൽ കിടന്നാൽ പെർഫെക്റ്റാണ്. ഇനി മൂടി വയ്ക്കണ ഇല്ല, നമ്മളതിൽ ഇച്ചിരി പാഴ്സലി ആഡ് ചെയ്യേണ്ടത്. അതിങ്ങനെ അരിഞ്ഞത് നമ്മൾ അതിനകത്ത് അതുപോലെ ഒരു ലിറ്റിൽ ബിറ്റും കൂടി നമ്മൾ സ്വല്പം ക്രീം കൂടി ചേർത്തിട്ട് കേട്ടോ. പാഴ്സലിയുടെ ഇത് കൂടുതലായി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. പാഴ്സലി ഇച്ചിരി സ്ട്രോങ് ആണത്. അതല്ലേ, പാഴ്സലി ഒത്തിരി ആവശ്യമില്ല. പക്ഷെ ചിലവർക്കത് ഇഷ്ടമായിരിക്കും, ചിലർക്ക് അതിന്റെ പിടിക്കത്തില്ല. നമുക്ക് നേരത്തെ ഈ കൊറിയാണ്ടർ ലീഫ് നമുക്ക് പിടിക്കത്തില്ല. എല്ലാവർക്കും കൊറിയാണ്ടർ വേണം. മല്ലിയില ഒരു ടൈമിൽ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇപ്പൊ ആളുകൾ മല്ലിയിലും ഉപയോഗിച്ചോണ്ട് നന്നായി. കാരണം അതിന്റെയൊക്കെ ഇത് ടേസ്റ്റ് ആളുകൾക്ക് പിടിച്ചു തുടങ്ങി. ഇപ്പോൾ പുറത്തുനിന്നുള്ള ഭക്ഷണമുള്ള ആളുകൾ കൂടുതൽ കഴിക്കുന്നത്. ഒരു 5-6 മിനിറ്റ് അങ്ങനെ ഇരിക്കില്ല അല്ലേ, ഒരു 5-6 മിനിറ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മളിത് തുറന്നു, ഒന്ന് ഇളക്കണം. ഒരു ലിറ്റ് ബിറ്റ് പാഴ്സലി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീണ്ടും ഒന്നുകൂടി നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കാം. തീ ഓഫ് ചെയ്യാം? ഇല്ല, ഓഫ് ചെയ്യണ്ട. ഒരു നേരിയ തീയിൽ ചെറിയ ഒരു 3-4 മിനിറ്റ് വരെ കൂടി ചെറിയ തീര് മൂടി വെച്ച് നമുക്ക് അവസാനിപ്പിക്കുകയാണ്. നമുക്കത് തീ ഓഫ് ചെയ്യാം അല്ലേ? ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്യണം കേട്ടോ. ഓഫ് ചെയ്തു. ഇനി നമ്മൾ പ്ലേറ്റിംഗ് ചെയ്യാൻ പോവാം കേട്ടോ. അതിലാണ് കളി.
നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മാഷ് പൊട്ടറ്റോ ആണ്. ആ മാഷ് ഉരുളക്കിഴങ്ങ് കിഴങ്ങ് ബട്ടറും ക്രീമും കൂട്ടി മാഷ് ചെയ്തിരിക്കുന്നു. ആ അതില്ല വേവിച്ചിട്ട് കുക്ക് ചെയ്ത് ഇല അത് പാഴ്സൽ ചെയ്യും. പാഴ്സലിയുടെ ഇത്തിരി ഇലയും ചേർത്തിട്ടുണ്ട് അല്ലേ? ഉപ്പ് ചേർത്തിണ്ട? സോൾട്ട് ഉണ്ട്. ആ ഉപ്പ് ഇട്ടാ ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ടുള്ള സാധനമാണിത്. പിന്നെ ഇവർക്ക് സരിതയ്ക്കൊക്കെ ഹെൽത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബ്രക്കോളി ക്യാരറ്റ് സൈഡായിട്ട് അതൊക്കെ പിന്നെ അതൊക്കെ വേവിച്ചെടുത്ത് ജസ്റ്റ് സ്റ്റീം ചെയ്തെടുത്തത് ആ കേട്ടോ. ആ പിന്നെ ഇത് അടുത്ത പരിപാടി ചെയ്യാൻ പോകണം. അടുത്ത നമുക്ക് ഇനഫായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. പ്ലേറ്റിംഗ് ചെയ്യുമ്പോൾ അതിന് 2 സ്കൂപ്പ് നമുക്ക് ഇനഫാണ്, ധാരാളമാണ്. ബ്രൊക്കോളി വെച്ചു. ബ്രക്കോളി ഞങ്ങൾക്ക് കളറിൻ്റെ ഭംഗി കളർഫുള്ളാവാൻ ക്യാരറ്റ് എടുക്കണോ? കോരി എടുത്തിട്ട് അതിൻ്റെ മീതെ ഒഴിക്കണം. ലിറ്റ് പാഴ്സലി ഇല ചേർക്കാം. ആഡ് ചെയ്ത് കൊടുക്കാം. സരിത സാധനം റെഡിയായി. ഇതറിയിക്കോ ഇരിക്കുക, നിങ്ങൾ ടേസ്റ്റ് ചെയ്യുക പ്ലീസ്. സാധനം റെഡി ആയിട്ടാ സെറ്റായി. ഈ പേരെന്താ? ഇത് ചിക്കൻ സ്ട്രോഗണോഫ്. ചിക്കൻ സ്ട്രോഗണോഫ് അവിടുത്തെ അങ്ങനെയില്ല. ഇത് ഇഷ്ടപ്പെട്ട നമ്മുടെ ഇതിൽ പെട്ട എനിക്കിഷ്ടമുള്ള ഒരു ഡിഷ്, അത് ഞാൻ ചെയ്തു നോക്കാം. ഇത് പൊട്ടാറ്റോ ആണല്ലേ? ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് വെച്ച പോലെ തോന്നി ആളുകളെ പറ്റിക്കാൻ. നല്ല പൊട്ടറ്റോ. ഈ പൊട്ടറ്റോ നമ്മൾ കഴിച്ചു നോക്കാം. ആ ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. ബട്ടർ, പാഴ്സലില, പിന്നെ ഉപ്പ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഇതാണ്. ഇതാണ് ആളുടെ വൈഫ് കേട്ടാ. അയ്യോ പേര് ഞാൻ പറഞ്ഞു, ടെൻസി. അപ്പൊ ആൾക്കേ ഇങ്ങനത്തെ ഫുഡുകളൊന്നും ഇഷ്ടമല്ല, നാടൻ ഫുഡുകളാണ് ഇഷ്ടം. ഇങ്ങനത്തെ അവിടുത്തെ സാധനങ്ങൾ ഇഷ്ടമല്ല. നമ്മുടെ നാട്ടിൽ ഞാൻ കഴിക്കാറുണ്ട്, എല്ലാം കഴിക്കും. നല്ല രാത്രി 10 മണിക്കാണെങ്കിലും പുള്ളിക്ക് കഞ്ഞിയോ അല്ലെങ്കിൽ ചോറോ. ഇവർക്ക് 2 മക്കളാണ് കേട്ടാ. 2 പേര് അവിടെ ഇല്ല ഇപ്പൊ. ഇത് കഴിക്കുന്ന രീതി എങ്ങനെയാ? ഇത് കഴിച്ചിട്ട് പേര് ചെയ്യുന്നില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനം കഴിക്കുന്നത്. നിങ്ങളുടെ പുഡിങ് കേട്ടോ, നിങ്ങൾ വരുന്നതിന് മുന്നേ ഞാൻ ഉണ്ടാക്കി വെച്ചോ. തിന്നാൻ പഠിച്ചൂട്ടാ. അല്ല, ഈ പെപ്പർ മാത്രം ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. സ്പൈസി ഇല്ലാത്തതുകൊണ്ട് ഇല്ല ഇല്ല. നിങ്ങൾക്ക് ഇന്നഫായിട്ടുള്ള പ്രോട്ടീൻ ഉണ്ട്, കാർബൺ ഉണ്ട്, എല്ലാം അതിനകത്തുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവറാണ്. ഇപ്പൊ ഒരു റെസിപ്പി ചെയ്തത് കൂടാതെ നമ്മൾ വരുന്നത് പ്രമാണിച്ചിട്ട് മുൻപേ തന്നെ നമുക്ക് വേണ്ടിട്ട് ഒരു പുഡിങ് തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ജോയി ചേട്ടൻ. അപ്പൊ അത് ഇതെന്ത് പുഡിങ്? ഈറ്റോൺ മെസ് എന്ന് വെച്ചാ അതിന്റെ പേരാണ് ഈറ്റോൺ മെസ്. ഇൻഗ്രീഡിയന്റ് ഇതിനകത്ത് സ്ട്രോബെറി, ക്രീം, വെനില എസൻസ് ഇത്രയും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇൻഗ്രീഡിയന്റ് അവൈലബിലിറ്റി ഇല്ല ഇവിടെ, അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതിനകത്ത് ഓൾറെഡി ഷുഗർ ഉണ്ട് അതിനകത്ത്. എന്താ പേര് പറഞ്ഞത്? ഈറ്റോൺ മെസ്. നല്ല തണമുണ്ട്. അല്ല ഐസ്ക്രീമാണല്ലോ, തണമുണ്ട്. ക്രീമാണത്, ഐസ്ക്രീം. നിങ്ങൾ താഴോട്ട് പോകണം, അടിയിലേക്ക് കുത്തിയിരിക്കണല്ലേ. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം കിട്ടത്തുള്ളൂ. ഒരു ലിറ്റിൽ ബിറ്റ് ബ്രാൻഡി ഉണ്ട് അതിനകത്ത്, പേടിക്കില്ല. പേടിക്കണ്ട. നമ്മള് കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോ യൂറോപ്യൻ കുക്കിങ്ങിൽ നമ്മൾ ആൽക്കഹോള് ഒരുവിധം കുക്കിങ്ങിലെല്ലാം യൂസ് ചെയ്യും കേട്ടോ. എന്ന് വെച്ചിട്ട് അത് പേടിക്കാനുള്ളതൊന്നുമില്ല. ചൂടാക്കി കഴിഞ്ഞാൽ അതിന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ഇപ്പോൾ ബീഫ് കുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ റെഡ് വൈൻ യൂസ് ചെയ്യും. വൈനാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. ബീഫ് കാസറോളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വൈൻ യൂസ് ചെയ്യുന്നു. ഇത് അടിപൊളി സാധനം. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ ഇമ്രാന് വേണ്ടിയിട്ട് ഒരു ഫുഡ് കൊണ്ടുവന്നുണ്ട്. ഇമ്രാനും ചാർലിക്കും വേണ്ടിയിട്ട് ഉണ്ടോ? ഞാൻ കൊണ്ടുതരാം. ഇമ്രാൻ, ചാർലി, നിങ്ങളിത് കേൾക്കുന്നില്ലേ? ഇത് ഇമ്രാന് വേണ്ടിയിട്ട് ക്രഞ്ചി ഡക്ക് കാൽസ്യം ബോൾ. ഉഷാർ പവർ കിട്ടാൻ വേണ്ടി കാൽസ്യത്തിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നിങ്ങളുടെ മകനുള്ളത്, അവന് ചോക്ലേറ്റ് ഡ്രിങ്ക് ഇഷ്ടമാണെന്ന് എനിക്ക് കേട്ടോ. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇത് മഷ്റൂമാണ്, ഡ്രൈ ആയിട്ടുള്ള മഷ്റൂമാണ്, യൂറോപ്പിൽ നിന്ന് വരുന്നതാണ്. ഇത് വാട്ടറിൽ നിങ്ങൾ നൈറ്റ്
സോക്ക് ചെയ്ത് വെക്കുക. മോർണിംഗിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റും. 2 ടൈപ്പ് മഷ്റൂം ഉണ്ട്. ഇത് ഇത്രയും ഇത് കണ്ട് നല്ല ക്വാണ്ടിറ്റി ആവും മോർണിംഗ് ആകുമ്പോഴേക്കും കേട്ടോ. ഇത് ഡ്രൈ ആക്കി എടുത്ത് സൺ ഡ്രൈ ആണ്. ഇത് നിങ്ങൾക്കുള്ളത് കേട്ടോ. എല്ലാവർക്കും ഓരോന്നും കൊടുക്കണ്ടേ. അടിപൊളി സാധനം കേട്ടോ അത്, എല്ലാം അടിപൊളി. നമ്മുടെ ആൾ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പം ആ പാടത്തേക്ക് ഇതിങ്ങോട്ട് നടക്കാൻ നമുക്ക് അങ്ങോട്ട് ഇറങ്ങണമെന്നില്ല. വിളഞ്ഞു കിടക്കണം നെൽപ്പാടം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. അങ്ങോട്ട് നീണ്ടു കിടക്കുന്നുണ്ട്. ആൾക്കേ അവിടുത്തെ UK ജീവിതം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നാടൻ ആളായിട്ട് ജീവിക്കണം എന്നാണ് ആഗ്രഹം. അവർ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് റെഡിയാണെന്ന്. അടുത്തില്ല, നമ്മൾ എത്ര കാലമായി ജോലിയാണ് അവിടെ അല്ലേ. ഇവിടേക്ക് വരുമ്പോഴേ സ്വർഗം കിട്ടിയ പോലെയാണ്. ഒരിക്കലും ഇല്ല. നമ്മളിപ്പോ ഒരാഴ്ചക്ക് തന്നെ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു വരാൻ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി. നമുക്ക് പുറത്തേക്ക് പോയിട്ട് ജീവിക്കാൻ ആഗ്രഹമില്ല. നമ്മളെ ഇതിനേക്കാളും നല്ലൊരു ഭൂമി ലോകത്തില്ല. ആയാലും അങ്ങനെ പുറത്തേക്ക് പോയി ഇപ്പൊ കുട്ടികൾ കുറെ പുറത്തേക്ക് പോണ പ്രവണതയല്ലേ. പക്ഷെ നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല പോണത്. അപ്പൊ ഞങ്ങള് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് കേട്ടാ. വീട് ഗംഭീര വീടാണ്. ഒരു വ്ളോഗിനുള്ള കാണിക്കാനുള്ളത് വീട്. പക്ഷെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും ബാത്റൂം കൂടുതലും 3000 എത്ര സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞേ? 3000. അതിലത്തെ ഒരു പകുതി സ്ഥലം ബാത്റൂമിന് വേണ്ടിയിട്ടുള്ളത്. അത്രയും വലിയ, നമ്മളുടെയൊക്കെ ബെഡ്റൂമിനേക്കാൾ വലിയ ബാത്റൂം. പിന്നെ അതുപോലെ കിച്ചണും. അപ്പൊ ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് ടോയ്ലറ്റും കിച്ചണും. അതുകൊണ്ട് അത് ഭയങ്കര സ്പേഷ്യസ് ആക്കി. റൂമിന് നല്ല വലുപ്പമുണ്ട് കേട്ടാ. ഞങ്ങള് വീടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണുമായിരുന്നു. പിന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. ചേച്ചിയാണെങ്കിൽ നാടൻ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കോട്ടയം സ്റ്റൈലുള്ള ഫുഡൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതൊക്കെ കഴിച്ച് വയ്യാതെ. അപ്പൊ നമ്മളിനി ഇറങ്ങാണ്. ഇനി അടുത്ത വരല് ഇനി അങ്ങോട്ട് വരണം. നിങ്ങളുടെ ഈ ഓർഗാനിക് വെജിറ്റബിൾ ഒക്കെ ഞങ്ങള് വരുമ്പോ സാമ്പാറൊക്കെ തീർച്ചയായിട്ടും. ശരി ശരി ശരി. അല്ല ഇനി അങ്ങോട്ട് വാ. ഇനി വരുമ്പോ കുത്തരി കഞ്ഞിയും ഉണക്കമീൻ ചമ്മന്തി കുടില് കഴിക്കാം. അതെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കുടില്. അപ്പൊ ഇമ്രാന്റെ അടുത്ത് ചാർലിയുടെ അടുത്തൊക്കെ നമ്മുടെ ഇത് പറയാം. പറയാം. അപ്പൊ ശരി. ബൈ.